ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഡൗ ജോൺസ് ഏകദേശം 1218 പോയിൻറ്റ് പോസിറ്റീവാണ്. അതുപോലെ തന്നെ S&P 189 പോയിൻറ്റ്, നസ്ഡാക്ക് 779 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി 128 പോയിൻറ്റ് നെഗറ്റീവാണ്. മാർക്കറ്റിൽ മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിന് സാധ്യതയുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് US മാർക്കറ്റ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ബുള്ളിഷിൽ നിൽക്കുമ്പോഴും ഗിഫ്റ്റ് നിഫ്റ്റി ഒരു നെഗറ്റീവാണ്. ചിലപ്പോൾ രാവിലത്തെ ഒരു ഓപ്പണിംഗ്, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ രാവിലത്തെ ഓപ്പണിംഗ് ചിലപ്പം ഒരു പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്നലത്തെ ആ ഒരു ട്രെൻഡ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ചാർട്ടിൽ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷായിരുന്നു. ഇന്നലെ ഏകദേശം 4% ഒരു റാലിയാണ് നിഫ്റ്റിയിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ചെയ്തിരുന്ന പ്രീ മാർക്കറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് വീഡിയോ ചെയ്യുന്ന സമയത്തെന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പം ആ ഒരു പാനിക് സെല്ലിംഗ് ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യൂ പറഞ്ഞത്. ആ വ്യൂ മൊത്തത്തിൽ തെറ്റായിരുന്നു, നെഗറ്റീവ് അല്ലായിരുന്നു. ഇന്നലെ മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവ്, ഏകദേശം 1000 പോയിൻ്റ് അടുപ്പിച്ച് 900-980 പോയിൻ്റ് അടുപ്പിച്ചിട്ടുള്ള ഒരു റാലി നിഫ്റ്റിയിലുണ്ടായിരുന്നു. അത് ഈ യുദ്ധം അവസാനിച്ചതിൻ്റെ ഒരു ബുള്ളിഷാണ് ഇന്നലെ എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടായിരുന്നത്. മാർക്കറ്റിൽ അടുത്ത ഒരു സപ്പോർട്ട് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്കുണ്ടായിരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് 24,545, 24,635 മാർക്കറ്റ് താഴോട്ട് ഇനി വരുമ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. കാരണം ഇത്രയും ദിവസം അവിടെ ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നതാണ്. അവിടെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ നമുക്ക് അവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ട്രെൻഡ് ലൈനും നമുക്ക് ഇന്നത്തെ ക്യാൻഡിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പം ഇന്നലെ തന്നിരിക്കുന്ന ഈ ഒരു ബയ്യിങ് പ്രഷർ അത് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്ന് ഇന്നത്തെ ആ ഒരു ഡേ ക്യാൻഡിലൂടെ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതൊരു കൺഫർമേഷൻ ഇല്ല, മാർക്കറ്റ് അടുത്ത് ട്രെൻഡ് എങ്ങോട്ടാണ് എന്നുള്ളത് ഒരു കൺഫർമേഷൻ ഇല്ല. വരും ദിവസങ്ങളിൽ നിന്നും നാളത്തേക്ക് ഡേ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ടൊരു വ്യൂ കിട്ടത്തുള്ളൂ. എന്തായാലും തൽക്കാലം സപ്പോർട്ട് മാത്രമേ ഉള്ളൂ താഴോട്ട്. 24,545, 24,635 നിഫ്റ്റിക്കൊരു സപ്പോർട്ടായിരിക്കും താഴോട്ട്. സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിലും നിഫ്റ്റിയിലുള്ളതുപോലെ തന്നെ ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നതാണ്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ അവിടെ നിന്ന് നമുക്ക് ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. 80,467, 81,175 ഇനി താഴോട്ട് വരുമ്പം ഇതൊരു സപ്പോർട്ടായിരിക്കും ഇതിന്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. നമുക്കിത് ഈ 125 മിനിറ്റ്സിൻ്റെ 24,603, 24,698 ആയിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്ന ഒരു ഏരിയ. അത് ഇന്നലെ തന്നെ അവിടെ നിന്ന് അതൊരു വയലേറ്റഡ് ആയി സോണ് ഇൻവാലിഡ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തൊരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് 75 മിനിറ്റ്സിലുള്ള ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഇതാണ്. 24,667, 24,744 ഇതൊരു സപ്പോർട്ടായിരിക്കും താഴോട്ട്. മുകളിലോട്ട് ഒരു റെസിസ്റ്റൻസ് വരുന്നത് 75 മിനിറ്റ്സിൻ്റെ ഒരു സപ്ലൈ സോണാണ് 25,005, 25,096. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോയാലും ഈ ഭാഗത്ത് ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് ഇതുവരേക്കും ഇറങ്ങി വരാനുള്ള സാധ്യതയും താഴോട്ടുണ്ട്. ഇവിടെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായിരിക്കും 24,667, 24,744. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,500 സ്ട്രോങ് ഒരു സപ്പോർട്ടായിരിക്കും. അതുപോലെ തന്നെ 25,000 ഒരു റെസിസ്റ്റൻസും ആയിരിക്കും. ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 25,000-ലാണ്. പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതലുള്ളത് 24,000-ലും 24,500-ലുമാണ്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോകാം. നിഫ്റ്റിയിൽ ഇന്നലെ ഈ ഒരു ഏരിയ
ഈ ഒരു ഏരിയ ഒരു സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിരുന്നതാണ്. ഇവിടെ നിന്ന് ഞാൻ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇതൊരു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 24,494 24 നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് എല്ലാം താഴെയായിരുന്നു. പക്ഷേ മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം പിന്നെ ആ ലൈവ് മാർക്കറ്റിൽ തന്നിട്ടുള്ള ലെവൽസ് ആയിരുന്നു ഇത്. മാർക്കറ്റ് പിന്നെ ആ ഒരു റെസിസ്റ്റൻസ് നല്ല സ്ട്രോങ് ക്യാൻഡിലാണ്, ഒറ്റ മിനിറ്റിലാണ് അത് ആ ഒരു ലെവൽ ബ്രേക്കൗട്ട് കിട്ടി പിന്നെ മുകളിലോട്ട് റാലി കണ്ടിന്യൂ ചെയ്തത്. ഇന്ന് വൈഡ് CPR ആണ്. ഏകദേശം നിഫ്റ്റിയിൽ 180 പോയിൻറ്റിന് അടുപ്പിച്ച് 160-150 പോയിൻ്റ് അടുപ്പിച്ചിട്ടുള്ള വൈഡ് CPR ആണ്. നമുക്ക് മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഇതിനുള്ളിലാണൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് ഇമ്മീഡിയറ്റ് 24,837 24,855 ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. CPR-നുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ CPR-നുള്ളിൽ തന്നെയായിരിക്കും മൂവ്മെൻറ്റ്. CPR-നുള്ളിൽ 3 ലെവൽസ് ഉണ്ട്. 24,749, 24,768, 24,684, 24,661. മുകളിലോട്ട് ഇന്നലത്തെ ഹൈ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,951, 24,929 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 25,057, 25,081 മുകളിലോട്ട് ടാർഗറ്റ് വെച്ചിട്ട് മുകളിലോട്ട് നോക്കാം. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു റിജക്ഷന് സാധ്യത ഉണ്ട്. 25,057, 25,081 ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കുക. ലെവൽസ് ആ സമയത്ത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലത്തെ ഹൈ വയ്ക്കുക, സെക്കൻഡ് ടാർഗറ്റ് CPR വയ്ക്കുക. നമുക്ക് സെൻസെക്സിലോട്ട് പോകാം. സെൻസെക്സിലും വൈഡ് CPR ആണ്. ഏകദേശം CPR വരുന്നത് 81,576 തൊട്ട് 82,149 വരയ്ക്കാണ്. ഏകദേശം അവിടെയും 500 പോയിൻറ്റിൻ്റെ CPR ആണ്. ഇതിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ CPR-ലോട്ട് മാർക്കറ്റ് വരാം. ഒരു ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ ഉണ്ടായിരിക്കും. ഏകദേശം 82,940, 83,066. ഒരു ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 82,591, 82,519. സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് CPR വയ്ക്കാം 82,143, 82,212. താഴോട്ട് 81,926, 81,863. ഏറ്റവും താഴെ 81,579, 81,505. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ തരാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.